ഇന്ന് നമുക്കൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡിന്റെ പൊടിയോ എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടോ? എങ്കി ഒന്നും നോക്കണ്ട, വേഗം എടുത്തോ. ഇത് ഞാൻ ചില സമയങ്ങളിലായി എടുത്തിട്ടുണ്ടായിരുന്ന ബ്രെഡിന്റെ ബാക്കി അവശിഷ്ടങ്ങളാണ്. അപ്പൊ അത് വെച്ച് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ എൻ്റെ കുരുട്ട് ബുദ്ധി തോന്നിയൊരു സാധനമാണ്. ഇതിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഞാനിതുവരെ ഇതിന് പേരിട്ടിട്ടില്ല. അപ്പോൾ ഇതിന്ന് കുറച്ച് ബ്രെഡ് മാറ്റി വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ കിട്ടിയാലും മതി. അതിനുശേഷം ഒരു പാന് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ 1 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ മിക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഈ വറുത്ത് വെച്ച ബ്രെഡ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ, അത് നെയ്യോ ബട്ടറോ കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് അതൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മൈദ നന്നായിട്ട് നെയ്യുമായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ആ പാല് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ വന്നിട്ടില്ല. ആരും അതും വെച്ച് വിഷമിക്കൊന്നും വേണ്ട. ദാ ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടും കേട്ടോ. ഞാനിങ്ങനെ വേഗം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ആ അങ്ങനെ ഇതുപോലെ ക്രീം പോലെ ആവണം. അടി പിടിക്കരുത്. ചെറിയ തീയിൽ വേണം പാലിങ്ങനെ കുറുക്കിയെടുക്കാൻ. ഓക്കെ. അതിനുശേഷം ഇതൊന്ന് കുറച്ച് ക്രീം മാറ്റി വെച്ച് ബാക്കി ക്രീമിലേക്ക് എൻ്റെ കയ്യിൽ ന്യൂട്ടല്ല ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് ഇട്ടു. അപ്പം തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ. ഇനി നിങ്ങളടുത്ത് ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിട്ടോ. ഇനിയിപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനൊക്കെ ശേഷം ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച വൈറ്റ് ക്രീം, അതായത് നമ്മൾ ഉണ്ടാക്കിയ പാലിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് കുറച്ചായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ലെയർ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം എൻ്റെ കയ്യിൽ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂട്ടല്ല മിക്സും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും പൊടിച്ചത് ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ക്രീം ഉണ്ടല്ലോ, വൈറ്റ് ക്രീം, അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ. ഞാനത് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കയ്യിലുള്ള ഓരോ സാധനങ്ങൾ. അപ്പം ഞാനതൊക്കെ ഇതിലേക്ക് ചേർത്തു. ഇനി അടുത്ത ലെയറിനായിട്ട് ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ ബ്രെഡ് മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും നമ്മുടെ ന്യൂട്ടല്ലയുടെ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ മാറ്റി വെക്കാൻ പറഞ്ഞല്ലോ കുറച്ച് ബ്രെഡ് പൊടി, അത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് നല്ല അടിപൊളി ഒരു ഡെസേർട്ട്. ഇതിന് പേര് ഞാൻ കണ്ടെത്തിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഓക്കെ, റെഡിയാണ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിരിക്കും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണേ. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ ചുരുങ്ങിയ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതിലേക്ക് നമ്മൾ വല്ലാതെ പഞ്ചസാരയൊന്നും ഒഴിക്കുന്നില്ലെങ്കിൽ പോലും പഞ്ചസാര ഉണ്ട് താനും. കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മുടെ ആചാരങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യണേ. അതായത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് അങ്ങോട്ട് വരട്ടി എടുത്ത് അതിലേക്കിടുക. ഇല്ലെങ്കിൽ സാധനം നഷ്ടപ്പെട്ടു എന്നല്ലേ പറയാ, ചുമ്മാന്നേ. എന്നിട്ടൊരു സ്പൂൺ വെച്ചതാ ഇതുപോലെ ചെയ്യുക. അപ്പം നേരത്തെ ഞാനൊരു രത്ന ചുരുക്കത്തിൽ പറഞ്ഞെന്ന് മാത്രം. സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെഡ് നന്നായിട്ട് പൊടിച്ചത് ഇതിൻ്റെ മേലെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി കേട്ടോ.
കുറച്ച് ദിവസമായിട്ട് നമുക്ക് നല്ല വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് തട്ടിക്കുട്ടി ഞാൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ കസിൻസിൻ്റെ അടുത്തോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റിൽ ഈ ബദാം ഇല്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കയ്യിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു ഓർമ്മ വന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം ഭയങ്കര റിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുൾ ഇരുന്ന് കാണുകയും ചെയ്യണം. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇതാണ് സാധനം. ഇങ്ങനെയായിരുന്നു കഴിച്ചപ്പോൾ. ഓക്കെ, ബൈ.